ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കണ്ണൂർ പോലീസ് മൈതാനത്താണ് ഉള്ളത്. കണ്ണൂർ പോലീസ് മൈതാനത്ത് എന്താണെന്നല്ലേ, ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണം ഫെയർ വരുന്നുണ്ട് നമ്മളെ കണ്ണൂരിൽ. അത്ഭുതമാണ് അത്ഭുതം. ഞാൻ പറയാതെ നിങ്ങൾ വരിക, കാണുക. ഞാൻ അതിൽ കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല. അത്ഭുത പ്രതിഭാസങ്ങളാണ് ഇപ്രാവശ്യം ഓണത്തിനുള്ളത്, ഫെയറിലുള്ളത്. എൻ്റെ പിറകിൽ കാണുന്നതാണ് ഓണം ഫെയറിൻ്റെ സംഭവം. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ 70% പൂർത്തിയായി. ഇനി ഒരു 30% കൂടി പണി പൂർത്തീകരിക്കാനുണ്ട്. ആഗസ്റ്റ് 8-നാണ് ഇത് ഉദ്ഘാടനം പറഞ്ഞത്. പക്ഷേ സമയബന്ധിതമായി പണി കഴിയാത്തതുകൊണ്ട് 2 ദിവസം കൂടി നീട്ടി 10-ാം തീയതിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 10-ാം തീയതി മുതൽ കണ്ണൂർ ഉത്സവത്തിൻ്റെ തിരക്കിലായിരിക്കും, ഓണത്തിൻ്റെ. നോക്കൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. എൻ്റെ ജീവിതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലെടുക്കാം. വരൂ. അങ്ങനെ ഞാൻ മൈതാനത്ത് കടന്നു കേട്ടോ. അങ്ങനെ മൈതാനത്ത് കടന്ന് ഇത് കാണുന്നതെല്ലാം പാർക്കിംഗ് ആണ്. കാറ്, ഓട്ടോ, സ്കൂട്ടർ, വേണ്ടി ബസ്, എന്ത് വേണ്ടിയും പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ സൗകര്യമുണ്ട് കണ്ണൂർ പോലീസ് മൈതാനത്ത് കേട്ടോ. ഈ കാണുന്നത് മെയിൻ കവാടത്തിൻ്റെ ഒരു സൈഡാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഓണം ഫെയർ ടിക്കറ്റ് കൗണ്ടർ. ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതാ ഇങ്ങോട്ട് വന്നിട്ട് കണ്ട, നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാധനമുണ്ട്. എന്താണത്? കൊതുകാണ്. കൊതുക്, വലിയ കൊതുകാണ്. അപ്പോൾ ഈ കൊതുക് കടിയേൽക്കാതെ രക്ഷപ്പെടണം. അതിനെന്താ വേണ്ടേ? ഞാൻ കാണിച്ചു തരാം. അവിടെ കണ്ട ഒരു സ്റ്റെപ്പ് പണിയെടുത്ത് പണി കഴിഞ്ഞില്ല, കഴിയാറായി. ഏകദേശം 2 ദിവസത്തിനുള്ളിൽ പണി ചെയ്യും. ഈ സ്റ്റെപ്പിലേക്ക് കൂടിയാണ് കയറേണ്ടത്. അപ്പോൾ അവിടെ ആൾക്കാരുണ്ടാവും ടിക്കറ്റ് മുറിക്കാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ എന്താണ്? അത്ഭുതമാണ്, അത്ഭുതം. നിങ്ങൾ കാണുവിൻ. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ കയറി. അതായത് നേരെ വലത് വശത്ത് അതിൻ്റെ കവാടത്തിൻ്റെ അതിലേക്ക് കൂടി അങ്ങ് കയറുമ്പോൾ കാണുന്നതാണ് ഫസ്റ്റ്. നല്ല പൂക്കൾ, ചെടികൾ എന്ന് വേണ്ട സർവം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ തൊട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലാസഭരിതമാക്കുവാൻ കണ്ണൂരേക്ക് പോന്നോളൂ പോലീസ് മൈതാനത്തേക്ക്. ആഗസ്റ്റ് 10-ാം തീയതി മുതൽ തുടങ്ങുന്നതാണ്. ആദ്യം ആഗസ്റ്റ് 8-നാണ് പറഞ്ഞത്. പക്ഷെ പണി തീരാത്ത കൊണ്ട് 2 ദിവസം കൂടി നീട്ടി ആഗസ്റ്റ് 10 അപ്പോൾ കാണേണ്ട കാഴ്ചകളാണ്, അത്ഭുതങ്ങളാണ്. ഇത് നോക്കൂ. നല്ല എവിടെയോ നമ്മൾ ജമ്മു കാശ്മീരിലെ പുൽത്തകടിയിൽ, ഊട്ടിയിൽ പോയ പോലെയുള്ള അനുഭവങ്ങളാണ് ഇത് കാണുമ്പോൾ. ചുറ്റും പാറക്കെട്ടുകളാണ്, പിന്നെ പുൽത്തകടി, പിന്നെ ഒരു തടാകം. എന്തൊരു മനോഹരമാണെന്ന് നോക്കൂ നിങ്ങൾ. ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണണം. അതിമനോഹരമാണ്. ഇതാണ് നമ്മുടെ തൊട്ടിൽ. എല്ലാം അടിപൊളി പുതിയ ഫ്രഷ് തൊട്ടിലാണ് കേട്ടോ. പെയിൻ്റെല്ലാം അടിച്ച അടിപൊളി മനോഹരമായ തൊട്ടിലുകളാണ്. എല്ലാ സംവിധാനവും, എല്ലാ സംഭവവും എല്ലാം മനോഹരം തന്നെ, അതിമനോഹരം തന്നെ വേണമെങ്കിൽ പറയാം. കുടുംബസമേതം, കുടുംബം അല്ലാത്തവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കണ്ണൂരിലുള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഫെയറിന്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഓരോ സംഭവങ്ങൾ ഇവിടെ കണ്ണൂരാണ്. അത് ഞാൻ പറയുന്നില്ല. ഇവിടെ നേരിട്ട് വന്ന് നിങ്ങൾ അനുഭവിച്ചോളൂ, ആനന്ദിച്ചോളൂ. ഇത് മറ്റേ കുണ്ടിലുള്ള എന്താണ്, കാറും ബൈക്കും വട്ടം കറങ്ങുന്ന സംഭവം, മരണക്കുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഇതാ മറ്റൊരു സംഭവം. അങ്ങനെ എൻ്റെ ചുറ്റും ഇതാണുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ. ഇതൊരു ഭാഗത്ത്, ഒരു സൈഡിലുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ടിക്കറ്റ് എടുത്ത് സ്റ്റെപ്പ് കയറി ഉള്ളിൽ കയറിയാലുള്ള അത്ഭുതം, ആ അത്ഭുതമാണ് കാണേണ്ടത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എവിടെയും. ആ അത്ഭുതം കാണാൻ നിങ്ങൾ ആഗസ്റ്റ് 10-ാം തീയതി മുതൽ കണ്ണൂരിൽ വന്നോളൂ പോലീസ് മൈതാനത്ത്. ഇത് ഇപ്പോൾ കാണിക്കുന്നത് വെറും നമ്മൾ എല്ലായിടത്തും കാണുന്ന സംഭവങ്ങളാണ്. പക്ഷേ അതിലും ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ടിക്കറ്റ് എടുത്ത് മറ്റേ ആ സ്റ്റെപ്പ് കയറി ഉള്ളിൽ കയറിയാലുള്ള അത്ഭുതം നേരിട്ട് കാണുക നിങ്ങൾ. എന്നിട്ട് വിലയിരുത്തുക. നിങ്ങളെ കമൻറ്റും നിങ്ങൾ ചെയ്യുക, ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ. പിന്നെ ഇഷ്ടംപോലെ ചെടികളുണ്ട്, പൂക്കളുള്ള ഒരുപാട് അതിമനോഹരമായ ചെടികളുണ്ട്. ഇതൊക്കെ കാണുക. ഓണ അവധി അല്ലേ? എല്ലാ തരത്തിലുള്ള പ്രായഭേദമന്യേ
എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരിക. ഫാമിലി ഭക്ഷണ ഹാളുണ്ട്, ഭക്ഷണത്തിനുള്ള സംഭവങ്ങളുണ്ട്, പലതരം വെറൈറ്റി ഭക്ഷണങ്ങൾ കിട്ടും. എൻജോയ് ചെയ്യുക ജീവിതം. അതാണ് എൻ്റെ ജീവിതം. എൻജോയ് വിത്ത് ലൈഫ്, മൈ ലൈഫ്. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഒട്ടും ജീവിതത്തിൽ പാഴാക്കരുത്. സന്തോഷത്തോടു കൂടി നിൽക്കുക. കണ്ടോ, ഈ കാഴ്ചകളിലും വിദൂരത്ത് നിന്ന് കാണുമ്പോൾ എന്തൊരു മനോഹരമാണെന്ന്. അപ്പോൾ നേരിട്ട് കണ്ടാലുള്ള അനുഭവം, നേരിട്ട് അനുഭവിച്ചാലുള്ള സന്തോഷം എന്തായിരിക്കും. വെള്ളച്ചാട്ടമുണ്ട്, അതിമനോഹരമാണ്, കിടിലമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വരും എന്നെനിക്കറിയാം. കണ്ണൂരിൻ്റെ ചരിത്രം അങ്ങനെയാണ്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് എല്ലാവരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൊതുക്, ആ വലിയ കൊതുക് കടിയേൽക്കാതെ നിങ്ങൾ ഉള്ളിലേക്ക് കയറണം കേട്ടോ. അപ്പം അങ്ങനെ തെറ്റത്തുനിന്ന് എന്ത് വേണം, ടിക്കറ്റ് എടുക്കുക. ഈ സ്റ്റെപ്പിലേക്കൂടി, കൊതുകിൻ്റെ താഴയിലേക്കൂടി, ഈ സ്റ്റെപ്പിലേക്കൂടി ഉള്ളിൽ കയറുക. ഇതിൽ നിന്ന് ഉള്ളിൽ കയറിയാലുള്ള അത്ഭുതമാണ് നിങ്ങൾ കാണേണ്ടത്. അതിഭയങ്കരമാണ്, അതിവിശാലമാണ്. എല്ലാം കൺകുളിർക്കെ കാണാം. ഞെട്ടും നിങ്ങൾ. കണ്ണൂരിലുള്ളവരും മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് പുറത്തുള്ളവരും ഇവിടെ വന്നാൽ ഞെട്ടും. അതാണ് ഓണം ഫെയറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനിത് കണ്ടോ, ഇത് കാണുന്ന ലൈറ്റ് ഹൗസ്, അതിൻ്റെ ഒരു മാതൃകയിലുള്ള ഒരു ചിത്രമാണിത്. ഇതെല്ലാവർക്കും പുറത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഓണം ഫെയർ അല്ലേ. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എന്ത് വേണം, ടിക്കറ്റ്. അല്ല, ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരിട്ട് കാണാം. ഓക്കെ.